ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു സേമിയ ഉപ്പുമാവ് തയ്യാറാക്കാം. ക്യാരറ്റും ബീൻസും ഒക്കെ ഇടാം. അതൊന്നും ഇല്ല, തൽക്കാലം എൻ്റെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചാണ്. സവാളയും അതിനായിട്ട് നമ്മൾ കടായി വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവുമ്പോൾ ശകലം കടുവിന് മുമ്പേ നമുക്ക് ഇച്ചിരി ഉണക്കമുന്തിരിയും കൂടി ചേർക്കാം, കിസ്മിസ്. അതിന് മുമ്പേ നമ്മൾ നെയ്യ് ഒഴിച്ച് സേമിയ നല്ലതായിട്ട് വറുത്തെടുത്ത് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ച് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. മുന്തിരി നല്ലതായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരു സവാളയും ഒരു പച്ചമുളക്, ഇഞ്ചി ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നതാണ്. വഴറ്റി നല്ലതായിട്ട് വഴണ്ട് വരുമ്പോൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. എളുപ്പം വെള്ളമായിട്ട് ചില ഉപ്പ് ഇട്ടാൽ എളുപ്പം വഴന്ന് കിട്ടും. ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വഴണ്ട് വന്നതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉപ്പെല്ലാം വേവിച്ചതാണ്. വേവിച്ച സേമിയ അതിലിട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് പച്ചക്കറികളൊക്കെ ചേർക്കാം. ക്യാരറ്റ്, ബീൻസ്, വേവിച്ച ഗ്രീൻ പീസ് എല്ലാം ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇതായിരുന്നു. ശരി, അത് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കുമ്പം എൻ്റെ കൂട്ടുകാർക്കും കൂടെ കാണാം എന്ന് കരുതിയാണ് വീഡിയോ ഇട്ടത്. എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് തോർത്തിയെടുക്കണം. അത് മിക്സ് ചെയ്യുമ്പോൾ